പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം എന്ന പുസ്തകത്തിൻ്റെ 9-ാമത്തെ പതിപ്പ്, പരിഷ്കരിച്ച പതിപ്പ്, ഓഡിയോ എഡിഷൻ, 3-ാം ഭാഗം. അതിരുകളെ വിശാലമാക്കുന്ന ദൈവം. എബേസിൻ്റെ പ്രാർത്ഥനയിലെ 2-ാമത്തെ ആവശ്യമാണിത്. എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ. അതിരുകൾ അധികാരപരിധിയെ കാണിക്കുന്നു. ഒരുവൻ്റെ അതിരുകൾ തീരുന്നിടത്ത് അവൻ്റെ അധികാരവും തീരുകയാണ്. അതിരിൻ്റെ അപ്പുറം മറ്റൊരുവൻ്റെ അവകാശമാണ്. അവിടെ ആ ഉടമസ്ഥനാണ് അധികാരം. നമ്മുടെ അതിരുകൾ വിശാലമായാൽ ശരിയായ സംതൃപ്തി നമുക്കുണ്ടാകും. നമുക്കായുള്ള ദൈവകൃപ വ്യർത്ഥമാകില്ല. ശുശ്രൂഷകൾക്ക് ശരിയായ ഫലം കാണുവാൻ കഴിയും. ദൈവത്തിന് നമ്മിലൂടെ മഹത്വവും മറ്റുള്ളവർക്ക് നമ്മിലൂടെ ആത്മീയ അനുഗ്രഹവും ഉണ്ടാകും. നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് ചെറിയ അളവിൽ നിന്ന് വലിയ അളവിലേക്ക് ഉയരുന്നതാണ് ആത്മീയ വിശാലത. നാമും നമുക്കുള്ളതെല്ലാം സൃഷ്ടിതാവും രക്ഷിതാവുമായ യേശുവിനായി പൂർണ്ണമായി പ്രയോജനപ്പെടുന്നതാണ് വിശാലത. നമ്മുടെയും നമ്മുടെ ഭവനത്തിൻ്റെയും ഇടുക്കവും ഞെരുക്കവും മാറ്റുവാൻ ദൈവം ശക്തനാണ്. നിന്ന് തിരിയുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഞെരുക്കം. ആത്മീയ ഭൗതിക ഞെരുക്കങ്ങൾ എപ്പോഴും ബുദ്ധിമുട്ട് ഉളവാക്കും. ഏതൊരു കാര്യത്തിലും ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് 4 പടികളുണ്ട്. അവയെ അല്പമായി മനസ്സിലാക്കുന്നത് അധികം പ്രയോജനത്തിന് നിദാനമാകും. 1. ഞെരുക്കത്തെക്കുറിച്ചുള്ള അവബോധം. വിശാലതയിലേക്കുള്ള 1-ാമത്തെ പടി ഇടുക്കത്തെക്കുറിച്ചുള്ള നമ്മുടെ അവബോധമാണ്. ഇപ്പോൾ ഉള്ളതിൽ ഞെരുക്കം തോന്നുന്നവർക്ക് അതിരുകൾ വിശാലമാകണം എന്ന ആഗ്രഹം ഉണ്ടാകുകയുള്ളൂ. ഇപ്പോഴുള്ള അവസ്ഥ പോരാ. ശിഷ്യത്വത്തിലും ശുശ്രൂഷയിലും ദൈവികമായി വളരണമെന്ന് വാഞ്ചിയുള്ളവർക്കാണ് വിശാലതയുടെ ആവശ്യകതയുള്ളത്. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തിയെന്ന് അനുഭവത്തിൻ്റെ മധുരമയിൽ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു. സങ്കീർത്തനം 4:1. ഇത് മതിയെന്ന് ചിന്തിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ പോയാൽ മതിയെന്ന് വിചാരിക്കുന്നവർ എന്നും അങ്ങനെ തന്നെ പോകേണ്ടി വരും. ഇടുക്കത്തിൻ്റെ നൊമ്പരം അനുഭവിക്കുന്നവരിലാണ് വിശാലതയ്ക്കായുള്ള പ്രതീക്ഷ ഉടലെടുക്കുന്നത്. ആത്മീയ ജീവിതത്തിലും ശുശ്രൂഷയിലും ഇടുക്കമനുഭവിച്ച് മടുത്തവർ വിശാലതയ്ക്കായി തീവ്രമായി ആഗ്രഹിക്കും. പലതും നമ്മെക്കൊണ്ട് സാധിക്കാതെ വരുന്നതിലൂടെയും ശുശ്രൂഷ ഫലവത്തായി പലപ്പോഴും തീരാത്തതിലൂടെയും നാം ഇനിയും വിശാലത പ്രാപിക്കേണ്ടവർ എന്ന് ദൈവം നമുക്ക് ബോധ്യം തരും. അങ്ങനെ ഞെരുക്കത്തെക്കുറിച്ചുള്ള ആ തിരിച്ചറിവ് വിശാലതയിലേക്കുള്ള ആദ്യ പടിയാണ്. 2-ാമത് നാം ചെയ്യേണ്ടത് വിശാലത ദൈവത്തോട് ചോദിക്കുക എന്നുള്ളതാണ്. എബേസ് 2-ാമതായി ചോദിച്ചത് അതിരുകളുടെ വിശാലതയാണ്. അനുഗ്രഹം പ്രാപിച്ചവന് വിശാലത ആവശ്യമാണ്. തൻ്റെ കളപ്പുരകൾ പൊളിച്ച് വലുതാക്കേണ്ടത് ആവശ്യമാണ്. ഇടുക്കത്തെക്കുറിച്ച് അവബോധമുള്ളവർക്ക് വിശാലതയ്ക്കായി ആഗ്രഹമുണ്ടാകുകയുള്ളൂ. എന്നാൽ നാം വിശാലത ആഗ്രഹിച്ചാൽ പോരാ, വിശാലത ദൈവത്തോട് ചോദിക്കണം. ഞെരുക്കമനുഭവിക്കുന്നവർക്ക് വിശാലത വരുത്തുന്നവനാണ് ഇസ്രായേലിൻ്റെ ദൈവം. തങ്ങൾ പാർക്കുന്ന സ്ഥലം തീരെ ഇടുക്കമാണെന്ന് പ്രവാചക ശിഷ്യന്മാർക്ക് തോന്നിയപ്പോഴാണ് അവർ വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചതും പ്രവാചകനായ എലീശയോട് അനുവാദം ചോദിച്ചതും. ആ ചരിത്രം 2 രാജാക്കന്മാർ 6-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നു. അവർ ചോദിച്ചു എന്നുള്ളത് അത്യന്തം പ്രാധാന്യമുള്ള കാര്യമാണ്. അവരുടെ ഇടുക്കം എലീശാ പ്രവാചകനും കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ ആവശ്യബോധത്തോട് ചോദിക്കുന്നത് വരെ പ്രവാചകൻ ആ കാര്യത്തിൽ മൗനമായിരുന്നു. നിന്റെ ഇടുക്കവും ഞെരുക്കവും ദൈവം കാണുന്നുണ്ട്. എന്നാൽ ആവശ്യബോധത്തോട് ചോദിക്കുവോളം വിശാലമാക്കുവാനുള്ള പദ്ധതി ദൈവം തുടങ്ങിയില്ല. വിശാലമായൊരു പാർപ്പിടമുണ്ടാക്കുവാൻ എലീശ അനുവദിച്ചുവെന്ന് മാത്രമല്ല, അവരുടെ അപേക്ഷപ്രകാരം
അവരോടുകൂടെ പോകുകയും ചെയ്തു. വിശാലതയ്ക്കായുള്ള പ്രയാണത്തിൽ ദൈവം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ആ പ്രയത്നത്തിൽ അവർ മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ട കോടാലി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമാറാക്കുകയും ചെയ്തു. വിശാലതയ്ക്കായുള്ള അവരുടെ ക്ലേശത്തിൽ ഏലീശ അവരെ സഹായിച്ചു. ഇരുമ്പ് കോടാലി വെള്ളത്തിൽ പൊങ്ങി വരുന്നത് അസാധ്യമാണ്. എന്നാൽ ദൈവത്തിന് സകലവും സാധ്യമാണ്. വലിയ പ്രവാചകനായിരിക്കുന്ന നമ്മുടെ കർത്താവ് വിശാലതയ്ക്കായുള്ള നമ്മുടെ ആഗ്രഹം അറിയിക്കുമ്പോൾ അത് നൽകുന്നവനാണ്. വിശാലതയ്ക്കായുള്ള പ്രയത്നത്തിൽ നഷ്ടപ്പെട്ടത് തിരികെ തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. വിശാലത ആഗ്രഹിക്കുന്നവർ ദൈവത്തോട് ചോദിക്കണമെന്നതിന് മറ്റൊരു തെളിവും ബൈബിളിൽ കാണുന്നു. സങ്കീർത്തനം 118:5. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരളി എന്നെ വിശാല സ്ഥലത്താക്കി. ഇവിടെ നാം കാണുന്നത് സങ്കീർത്തനക്കാരൻ വിശാലത ആഗ്രഹിക്കുക മാത്രമല്ല, ഞെരുക്കത്തിൽ യഹോവയെ വിളിച്ചപേക്ഷിക്കുക കൂടെ ചെയ്തു. അപ്പോൾ ദൈവം ഉത്തരമരുളി വിശാല സ്ഥലത്താക്കി. ദൈവം ഇന്നും അതേ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഞെരുക്കം മനസ്സിലാക്കി നാം വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് നമ്മെ വിശാലതയിലേക്ക് വഴി നടത്തും. ആത്മീയ ശുശ്രൂഷകളിൽ വിശാലത ആഗ്രഹിക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവമാണ് നമുക്ക് വിശാലത നൽകുന്നത്. നാം അത് സ്വീകരിക്കുകയാണ് വേണ്ടത്. ദാവീദിൻ്റെ 2 അനുഭവവാചകങ്ങൾ ശ്രദ്ധിക്കുക. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. സങ്കീർത്തനം 18:19. നാം വിശാലതയിലേക്ക് പോകുകയല്ല, ദൈവം നമ്മെ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി. സങ്കീർത്തനം 18:36. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവിടുന്ന് അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന് ഇസ്രായേലിയരുടെ മരുഭൂമി യാത്രയുടെ ആത്മീയ വശം വിശദമാക്കുന്ന സങ്കീർത്തനത്തിൽ നാം 4 പ്രാവശ്യം വായിക്കുന്നു. സങ്കീർത്തനം 107:6 വചനം, 13 വാക്യം, 19 വചനം, 28 വാക്യം. ആത്മീയ, മാനസിക, ഭൗതിക മണ്ഡലങ്ങളിൽ ഞെരുക്കത്തിൽ നാം വിളിച്ചപേക്ഷിച്ചാൽ ദൈവം വിശാലതയിലേക്ക് വരുത്തുമെന്ന് ഈ വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നു. യാക്കോബ് രേഖപ്പെടുത്തുന്നു പുതിയ നിയമത്തിൽ യാക്കോബ് 4:2, നിങ്ങൾ യാചിക്കായുകൊണ്ട് ലഭിക്കുന്നില്ല. തെരുവോളം മുട്ടിക്കൊണ്ടിരിക്കുന്നവർക്കാണ് വിശാലത ലഭിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സകല മേഖലയിലുമുള്ള വിശാലതയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വിശാലത നൽകും. നാം ഞെരുക്കത്തിൽ എന്നും കഴിയുവാൻ ദൈവം സമ്മതിക്കുകയില്ല. വിശാലതയ്ക്ക് വേണ്ടി 3 നാം ചെയ്യേണ്ടത് പിടിച്ചെടുക്കുക എന്നൊരു ആത്മീയ തത്വമാണ്. ആത്മീയ അതിരുകൾ വിശാലമാകുവാൻ ആഗ്രഹിക്കുന്നവർ അടുത്തതായി ചെയ്യേണ്ട കാര്യം അവകാശങ്ങളെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ നാം മനസ്സിലാക്കേണ്ട ആത്മീയ കാര്യങ്ങൾ പഴയ നിയമത്തിൽ അക്ഷരികമായി സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവ വേഗത്തിൽ മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാകും. അവകാശമാക്കുന്നതും പഴയ നിയമത്തിൽ നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും. യോശുവയാണ് ആ കാര്യത്തിൽ പഴയ നിയമത്തിലെ നായകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കനാൻ നാട് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അത് വിവിധ മല്ലന്മാർ കീഴടക്കി വെച്ചിരിക്കുകയാണ്. അത് ഇസ്രായേലിയരുടെ അവകാശമാണ്. വാഗ്ദത്തം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ അവകാശമാണ്. കർത്താവ് വാഗ്ദത്തം നൽകിയതിനെ നാം നമ്മുടെ അവകാശമായി കണ്ട് മുന്നേറുവാനാണ് അവ ദൈവം നമുക്ക് വാഗ്ദത്തമായി തന്നത്. നാം അത് ശത്രുവായ പിശാചിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കണം. യോശുവയുടെ നേതൃത്വത്തിൽ അവർ ചെയ്തത് ദേശങ്ങളെ പിടിച്ചെടുക്കുകയായിരുന്നു. നാം നമ്മുടെ വാഗ്ദത്ത അവകാശങ്ങളെ പിടിച്ചെടുക്കണം. അലസന്മാർക്കൊന്നും ലഭിക്കുകയില്ല. അവരുടെ അവകാശമായ കനാൻ സ്വന്തമാക്കുവാൻ 2 തരത്തിൽ അവർ പ്രവർത്തിക്കേണ്ടിയിരുന്നു. കനാൻ്റെ കുറേ ഭാഗങ്ങൾ ദുഷ്ടത നിറഞ്ഞ വിജാതിയർ കൈയടക്കി വച്ചിരിക്കുകയായിരുന്നു. അവരെ അവിടെ നിന്ന് ഓടിച്ച് കളയണം. കനാൻ അനാവശ്യമായി കൈയടക്കി വച്ചിരിക്കുന്ന മല്ലന്മാരെ ദൈവസഹായത്താൽ അവർ ഓടിച്ചു. കനാനിലെ മറ്റ് ചിലയിടങ്ങൾ കാട് കയറിക്കിടക്കുകയാണ്. അവിടെ വിജാതീയ ശക്തികളല്ല പ്രതിബന്ധം,
വനങ്ങളും അതിലുള്ള വന്യമൃഗങ്ങളുമാണ്. അതവർ വെട്ടിത്തെളിച്ചെടുത്തു. യോശുവ 17:18. നമ്മുടെ അവകാശങ്ങളെയും വാഗ്ദത്തങ്ങളെയും മൂടിക്കിടക്കുന്ന കാടുകളെ നാം വെട്ടിമാറ്റി നമുക്കുള്ളവ നാം തെളിച്ചെടുക്കണം. ദൂരെ നിന്ന് നോക്കിയാൽ വനം കാണാം, അടുത്തു ചെന്നാൽ മരങ്ങൾ കാണാം എന്നുള്ള ചൊല്ല് വളരെ അർത്ഥവത്താണ്. നാം ദൂരെ നിന്ന് നോക്കുമ്പോൾ അവകാശങ്ങൾ ഒരിക്കലും സ്വന്തമാക്കുവാൻ സാധിക്കുകയില്ല എന്ന തരത്തിൽ അവ വനം പോലെ ആയിരുന്നാലും അവയെ തെളിച്ചെടുക്കുവാൻ നാം അടുത്ത് ചെല്ലുമ്പോൾ വെറും മരങ്ങളെ കാണുകയുള്ളൂ. നമ്മുടെ അതിർത്തികൾ വിശാലമാകണമെങ്കിൽ നാം ആത്മീയ യുദ്ധം ചെയ്യണം. പ്രാർത്ഥന, ദൈവത്തോടുള്ള അപേക്ഷ എന്നത് ശരി തന്നെ. അപ്പോൾ തന്നെ അത് പിശാചിനോടുള്ള യുദ്ധമാകുന്നു. പിശാചുമായി യുദ്ധം ചെയ്യാത്തവരാണ് സഭയിൽ മനുഷ്യരുമായി യുദ്ധം ചെയ്യുന്നത്. ദൈവരാജ്യത്തിൻ്റെ അതിരുകൾ വിശാലമാകുവാൻ ദൈവദാസന്മാർ പിശാചിനോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കണം. ശുശ്രൂഷകൻ്റെ അതിരുകൾ വിശാലമാകുമ്പോൾ പിശാചിൻ്റെ അതിരുകൾ ചെറുതാകുകയാണ്. ഭൂമിയിൽ ഈ കാലത്തുള്ള ദൈവഭൃത്യന്മാരുടെയും ദൈവസഭകളുടെയും അതിരുകൾ വിശാലമായാൽ സാത്താന് സംഭവിക്കാവുന്ന നഷ്ടം എത്ര അധികമാണ്. ഒരു ദേശത്ത് ദൈവം നട്ടിരിക്കുന്ന സഭയുടെ അതിരുകൾ വിശാലമായാൽ പിശാചിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികൾ ചെറുതാകുകയാണ്. യേശു സഭയ്ക്ക് നിശ്ചയിച്ച അതിരുകൾ ഭൂമിയുടെ അറ്റമാണ്. ഭൂമിയുടെ അറ്റം വരെ സാക്ഷികളാകുവാൻ അവിടുന്ന് ശിഷ്യഗണത്തോടെ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:8, മത്തായി 28:19. അതുതന്നെ ആയിരിക്കട്ടെ ദൈവസഭയുടെ ശുശ്രൂഷയുടെ അതിരുകളും. സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയെന്ന് നാം വെളിപ്പാട് പുസ്തകം 5:9 വായിക്കുന്നു. ശുശ്രൂഷ ഫലവത്തായി തീരണമെങ്കിൽ അതിരുകൾ വിശാലമാകണം. 4 ചുവരിനുള്ളിൽ ഒതുങ്ങിപ്പോകാതെ നമ്മുടെ വേലയുടെ അതിരുകൾ വലുതാകണം. വസ്തുവിന് വളരെ മൂല്യം കൽപ്പിച്ചിരുന്ന പഴയ കാലത്ത് പിതാക്കന്മാർ ചെയ്തിരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്പം അധികമുള്ളതും വില കുറഞ്ഞതുമായ ഏതെങ്കിലും വസ്തു അവർ വാങ്ങും. അവിടെ അധ്വാനിച്ച് പണം സമ്പാദിച്ച് സ്വരൂപിച്ചു വച്ചിരിക്കും. അപ്പുറത്തോ ഇപ്പുറത്തോ ഏതെങ്കിലും വസ്തു വിൽക്കുന്നുവെന്നറിയുമ്പോൾ അത് വാങ്ങും. വീണ്ടും ഇതേ പ്രവൃത്തി അവർ തുടരും. കുറേ വർഷങ്ങൾ പിന്നിടുമ്പോൾ അവർ ഭൂജന്മികൾ ആയിത്തീരും. ഒറ്റയടിക്കല്ല ഇത് സംഭവിച്ചത്, പടിപടിയായിട്ടാണ്. ഇതുപോലെ നമ്മുടെ ആത്മീയ അതിരുകൾ നമുക്ക് വിശാലമാക്കാം. അധ്വാനിച്ച് വില നൽകിയാൽ ഘട്ടം ഘട്ടമായി ഇപ്പോൾ ഇല്ലാതിരിക്കുന്ന കഴിവുകളെ നമ്മുടെ സ്വന്തമാക്കാം. യജമാനൻ 5 താലന്തുകൾ നൽകിയിരുന്നവൻ ദൈവികമായി ഉപയോഗിച്ചതിനെ 10 യജമാനൻ 5 നൽകി, അവൻ 5 നേടി, ആകെ 10. രണ്ടാമത്തവൻ യജമാനന് 2 നൽകി, അവൻ 2 നേടി, ആകെ 4. ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയാക്കി നമ്മുടെ താലന്തുകൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. മറ്റൊരു ഉപമയിൽ ഒരുവന് 1 റാത്തൽ ലഭിച്ചു. എന്നാൽ കർത്താവ് വന്നപ്പോൾ അവൻ 10 റാത്തൽ തിരികെ നൽകി. ഒന്നുകൊണ്ട് 10 നേടി, 10 ഇരട്ടി നേടി. ലൂക്കോസ് 19:12-27. മറ്റൊരുത്തൻ തനിക്ക് കിട്ടിയ 1 റാത്തൽ കൊണ്ട് 5 റാത്തൽ നേടി. ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ലഭിച്ചത് ദൈവഹിതപ്രകാരം നാം ഉപയോഗിക്കുന്നെങ്കിൽ 10 ഇരട്ടി വരെ, 5 ഇരട്ടി വരെയൊക്കെ അതിനെ വർദ്ധിപ്പിക്കുവാൻ കഴിയും. താലന്തുകൾ, നേതൃത്വ ഗുണങ്ങൾ, വിശ്വാസം, ദൈവസ്നേഹം, പ്രാർത്ഥന, ഇതൊക്കെ നാം ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മുടെ അതിരുകൾ വിശാലമായി തീരും. പിശാചിട്ടിരിക്കുന്നതും നാം തന്നെ നമ്മുടെ മനസ്സിലിട്ടിരിക്കുന്നതുമായ അതിരുകൾ മാറ്റി ദൈവം ആഗ്രഹിക്കുന്ന അതിരുകളോളം നാം പോകണം. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന അതിർത്തിക്ക് അപ്പുറത്ത് പോകരുത്. ദൈവം ആഗ്രഹിക്കാത്തത് നമുക്ക് ചെയ്യാതിരിക്കാം. ദൈവത്തിനായി വല്ലതും ചെയ്യണമെന്നുള്ള ആഗ്രഹനിമിത്തം വല്ലാത്തത് ചെയ്യുവാൻ ആരും ഒരുമ്പിടുകയും അരുത്. ദാവീദ് പിടിച്ച കോട്ട ദൈവത്തിൻ്റെ നഗരമായി.
യെരുശലേമിൻ്റെ സ്ഥാപകൻ ദാവീദാണെന്ന് പറയാം. അതൊരിക്കൽ വിജാതീയരുടെ കോട്ടയായിരുന്നു, സിയോൻ കോട്ട. യെബൂസ്യരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. എന്നാൽ ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ കോട്ട പിടിച്ചെടുത്തു. നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതിയെന്ന് യെബൂസ്യർ ദാവീദിനെ നോക്കി പറഞ്ഞു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. 2 ശമൂവേൽ 5:6-7 വചനങ്ങൾ. അത് ദാവീദിൻ്റെ നഗരമായി, യെരുശലേം എന്നതിന് പേരായി. ദാവീദ് പിടിച്ചെടുത്തതിനെ ദൈവം അനുഗ്രഹിച്ചു. രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനമായി അത് മാറി. പിന്നീട് ദൈവാലയവും അവിടെയായി. ഭാവിയിൽ വെളിപ്പെടുവാൻ പോകുന്ന കർത്താവിൻ്റെ നഗരവും അതിനോട് ബന്ധപ്പെട്ട് പുതിയ യെരുശലേം, സ്വർഗീയ യെരുശലേം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പാപത്തിൻ്റെയും ദുഷ്ടതയുടെയും ചില കോട്ടകൾ പിടിച്ചെടുത്താൽ അത് പിന്നീട് ദൈവിക പട്ടണങ്ങളായിത്തീരും. കോട്ടകൾ നിനക്ക് പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ല എന്ന് യെബൂസ്യരെ പോലെ പലരും ചിന്തിച്ചേക്കാം. നിന്നെ തടുപ്പാൻ ബലഹീനർ മതി എന്നവർ പറഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് നിനക്കത് പിടിച്ചെടുക്കുവാൻ സാധിക്കും. അതുമാത്രമല്ല, നീ പിടിക്കുന്നത് പിന്നത്തേതിൽ സ്വർഗീയമായി തീരുകയും ചെയ്യും. പാപം കൊണ്ട്, തിന്മകൾ കൊണ്ട്, അന്ധവിശ്വാസങ്ങൾ കൊണ്ട്, അനാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദേശങ്ങളെ കർത്താവിനായി പിടിച്ചെടുക്കുവാൻ തയ്യാറാകുമോ? വിശാലതയിലെ 4ാമത്തെ പടി നേടിയത് നഷ്ടപ്പെടുത്താതിരിക്കുകയാണ്. അതിരുകൾ വിശാലമാക്കുവാൻ നാം വില നൽകണം, ത്യാഗം ചെയ്യണം. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ലഭ്യമായ വിശാലത നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇസ്രായേലിയർ കനാൻ പിടിച്ചെടുത്തു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അത് നഷ്ടപ്പെടാതെ എപ്പോഴും സൂക്ഷിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് നഷ്ടമാക്കിയത് നിമിത്തം പലപ്പോഴും അവർക്ക് ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ കൂടെ വീണ്ടും കടന്നു പോകേണ്ടി വന്നുവെന്ന് ദൈവവചനവും ചരിത്രവും സാക്ഷിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച വിശാലത നഷ്ടപ്പെടുത്തിയ അനേകരെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. ശൗല് നീണ്ട വസ്തുതകളൊന്നും യോഗ്യതയായി നിരത്തുവാനില്ലായിരുന്നു. പക്ഷെ ദൈവം അവനെ തിരഞ്ഞെടുത്ത് രാജാവാക്കി. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ്. അവൻ്റെ ആദ്യകാലങ്ങളിൽ ചെന്നിടത്തൊക്കെയും ദൈവം അവന് ജയം നൽകി. എന്നാൽ പിന്നീട് ദൈവകൽപ്പനകളോടുള്ള അനുസരണക്കേട് നിമിത്തം അവന് ലഭിച്ചതെല്ലാം നഷ്ടമായി. മറ്റൊരു ഉദാഹരണം നോക്കുക. ഏലിയാവിൻ്റെ ശേഷം ഇരട്ടി ശക്തിയോട് ഏലിശ വന്നു. ഏലിശയ്ക്ക് ശേഷം ഇരട്ടി ശക്തിയോട് വരേണ്ട വ്യക്തിയായിരുന്നു ഗേഹസി. എന്നാൽ കാലാകാലങ്ങളിൽ അനേകരെ ചതിച്ച പണസ്നേഹം അവനെ വഞ്ചിച്ചു. അവൻ വിശാലതയ്ക്ക് പകരം ഇടുക്കത്തിൽ അകപ്പെട്ടു. ശിംശോനെ നോക്കുക. ശിംശോൻ്റെ മേലുള്ള ദൈവനിയോഗത്തിൻ്റെ വ്യാപ്തി വലുതായിരുന്നു. എന്നാൽ തിന്മ അവനെ കീഴടക്കിയപ്പോൾ അവൻ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ ഒതുങ്ങിപ്പോയി. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്കര്യോത്ത യൂദ യേശുവിൻ്റെ ശിഷ്യത്വത്തിൽ നിന്ന് പിന്മാറാതെ ഇരുന്നു എങ്കിൽ അവന് ലഭിക്കാമായിരുന്ന ശ്രേഷ്ഠകരമായ അവസ്ഥ പണത്തിനു വേണ്ടി അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം നമുക്ക് ലഭിച്ച ആത്മീയ വിശാലതയും സ്വർഗീയ അനുഗ്രഹവും നഷ്ടപ്പെടാതിരിക്കുവാൻ നാം ദൈവത്തിൽ ആശ്രയിക്കണം എന്നതാണ്. നിലനിൽക്കുന്നത് നഷ്ടമാകാതിരിപ്പാൻ താൽക്കാലികമായതിനെ ത്യജിക്കുന്നവൻ മഠയനല്ല. നിത്യമായതിനെ നേടുവാൻ ഭൗമികമായതിനെ ഉപേക്ഷിക്കുന്നവൻ മൂഢനല്ല. ദൈവം തന്നത് നഷ്ടമാകാതിരിപ്പാൻ വില നൽകുന്നവൻ ഭോഷനല്ല. ദൈവത്തിൽ നിന്ന് നേടുന്നവൻ അല്ല, നേടിയത് നന്നായി സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവനത്രേ കൂടുതൽ ബുദ്ധിമാൻ. കഴിഞ്ഞകാല പരാജയങ്ങളുടെ ഓർമ്മയിൽ വേദനപ്പെട്ട് തുടരേണ്ട. വർത്തമാനകാലത്തെ പരിമിതികളിലും നിരാശപ്പെടേണ്ട. ദൈവം നമ്മെ ആക്കി തീർക്കുവാൻ പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നതും നമ്മെ രൂപപ്പെടുത്തുന്നതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാം. സംഗ്രഹിച്ചു പറഞ്ഞാൽ നമ്മുടെ വിശാലത ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞെരുക്കത്തെ തിരിച്ചറിഞ്ഞ് വിശാലത ദൈവത്തോട് ഹൃദയപൂർവ്വം ചോദിക്കുക. നമ്മുടെ അവകാശങ്ങൾ കർത്താവിൽ നിന്ന് വിശ്വാസത്താൽ ആത്മീയ യുദ്ധം ചെയ്ത് പ്രാപിക്കുക. ലഭിച്ച വിശാലതകൾ നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് ദൈവകൃപയിൽ മുന്നേറുക.
അതിനായി ദൈവം കൃപ ചെയ്യട്ടെ.